മാം UPSCക്ക് ഇതുപോലത്തെ ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി ഒരു ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്, PFAS എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഒരുപാട് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെന്റും തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ PFAS ആർ ഫൗണ്ട് ടു ബി വൈഡ് സ്പ്രെഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് ആൻഡ് ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽസ് എന്ന്. നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് വായിക്കണം എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇത് ഒരുപാട് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രിങ്കിങ് വാട്ടറും ഫുഡും ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ഒക്കെ എന്താണ്, കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കിയേ, PFAS ആർ നോട്ട് ഈസിലി ഡീഗ്രേഡഡ് ഇൻ ദ എൻവയോൺമെന്റ്. സോ ഇതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ. അപ്പൊ അതെന്താണ്, ആർ നോട്ട് ഈസിലി ഡീഗ്രേഡഡ് ഇൻ ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞേക്കുന്ന കാര്യം വളരെ ശരിയാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുമ്പോൾ, പെർസിസ്റ്റന്റ് എക്സ്പോഷർ ടു PFAS ക്യാൻ ലീഡ് ടു ബയോ അക്യുമുലേഷൻ ആനിമൽ ബോഡീസ് എന്നാണ്. സോ ഇത് പറഞ്ഞേക്കുന്നത് എന്താണ്, ഇറ്റ് ക്യാൻ ലീഡ് ടു, സംഭവിക്കാം, ബയോ അക്യുമുലേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ക്യാൻ ലീഡ് ടു ബയോ അക്യുമുലേഷൻ ഓൾ ആനിമൽസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഇത് സംഭവിക്കാം എന്നുള്ളൊരു സാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്താണ്, ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സോ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഓപ്ഷൻ D 1, 2 and 3 ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്.